പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ലോകത്തിലേക്ക് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും മഹോന്നതയായ നമ്മുടെ അമ്മ ദൈവമാതാവ്, ഈശോ നമുക്ക് വേണ്ടി തന്ന നമ്മുടെ അമ്മ, ഈ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഈ ലോകം മുഴുവനും നമ്മുടേതാണെന്ന് തോന്നൽ നമുക്ക് അനുഭവപ്പെടാം. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഈ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് സമർപ്പിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒരു ദാസിയെപ്പോലെ നിന്ന അമ്മ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് നമുക്കൊരു ദാസന്മാരെ പോലെയാകാൻ, ദൈവം പറഞ്ഞത് മുഴുവനും കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്കും ഈ അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മ ശിഷ്യഗണത്തോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. പിതാവായ ദൈവം പറഞ്ഞു, അവനെ നിങ്ങൾ ശ്രവിക്കുവിൻ, അവനെ കേൾക്കണം, യേശുവിനെ കേൾക്കണം. അമ്മ പറഞ്ഞു, യേശുവിനെ അനുസരിക്കണം. യേശുവിനെ കേൾക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന നല്ല ഒരു പൈതലായി, അമ്മയുടെ നല്ല സ്നേഹമുള്ളൊരു മകനായി, ഒരു മകളായി നമുക്ക് ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് നിൽക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ വാത്സല്യ സ്നേഹവും ആ ദയയും കൃപയും എല്ലാം അനുഭവിക്കുന്ന മക്കളായി നമുക്ക് ഈ നിമിഷം മാറാം. യോഹന്നാൻ സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം കണ്ടപ്പോൾ സ്വർഗത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വർഗത്തിൻ്റെ വാതിലിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീയുടെ ആകൃതി, ഭംഗി, അവൾ ധരിച്ചിരിക്കുന്നതെല്ലാം പറയുന്നുണ്ട്. അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ളൊരു കിരീടമാണെന്നാണ് പറയുന്നത്. സൂര്യനെ ഉടയാടയാക്കി വസ്ത്രമാക്കി ധരിച്ചവൾ, പാദങ്ങൾക്ക് അടിയിൽ പാദരക്ഷയായി ചന്ദ്രനെയാണ് ധരിച്ചിരിക്കുന്നത്. ചന്ദ്രനാണ് യോഹന്നാൻ കണ്ടത്. അങ്ങനെ ആകാശത്തിലെ സകല ഉപകരണങ്ങളെയും ഉടയാടയാക്കിയ ഒരു സ്ത്രീയെയാണ് കാണുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരിക്കലും ഇത് സാധ്യമല്ല. ഈ ലോകത്തിലെ ഉപകരണങ്ങൾ നമുക്കറിയാം. ഒരു സൂര്യൻ്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു ചന്ദ്രനെ ആയാലും നമുക്കതിൻ്റെ വലിപ്പം അറിയത്തില്ല. അപ്പോൾ ഈ 12 നക്ഷത്രങ്ങളെ ശിരസിലേന്തി നിൽക്കാൻ ശക്തിയുള്ളവളാണ് പരിശുദ്ധ ദൈവമാതാവ്. ഒരു സൂര്യൻ്റെ ശോഭ, ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് സൂര്യൻ്റെ ചൂട് ഒരു രശ്മി മാത്രമാണ്, അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ സൂര്യനെയാണ് ഉടയാടയാക്കി ധരിച്ചവൾ. അതിൻ്റെ ചൂടിനെ, അത്രയും വലിയ അഗ്നിഹോളത്തെ തരണം ചെയ്യാൻ മാത്രം ശക്തിയുള്ള ശരീരമാണ് മാതാവിൻ്റേത്. ശക്തിയുള്ള ഒരു അമ്മയാണ്. ചന്ദ്രൻ്റെ ശോഭ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഭൂമി മുഴുവനും പ്രകാശിക്കുന്ന അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലോകത്തെ കാണാൻ പറ്റും. അത്ര വലിയ പ്രഭാത ശോഭയാർന്ന ചന്ദ്രനെ പാദങ്ങൾക്കടിയിൽ വെച്ച്, അപ്പോൾ ആ ചന്ദ്രൻ്റെ ശോഭയേക്കാൾ എത്ര മടങ്ങ് ശോഭയുള്ളവളായിരിക്കും ഈ മാതാവ്, ഈ ദൈവത്തിൻ്റെ അമ്മ, ഈ നമ്മുടെ അമ്മ. ഇത്ര ശക്തിയാർജിച്ച ഒരു അമ്മ നമ്മുടെ അമ്മയായി നമ്മുടെ അരികിലുള്ളപ്പോൾ നമ്മൾ എത്രമാത്രം ഭാഗ്യവതിയാണ്, ഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശക്തിയെയും ആ അമ്മയുടെ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചേർന്ന്, ആ ഹൃദയത്തോട് ചേർന്ന് നമുക്കും ഒരു നിമിഷമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.